ചർച്ചകളുണ്ടായി. നമുക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബസ്സിൽ യേശുക്രിസ്തുവിന്റെ ബിംബം, അതിന്റെ പുറത്ത് ശ്രീകൃഷ്ണനോ ശ്രീരാമനോ, അതിന്റെ തൊട്ടുപുറത്ത് മുഹമ്മദ് നബിയുടെ ഫോട്ടോ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ ഒരു മനുഷ്യന്റെ ഫോട്ടോ ഇല്ല, ഒരു നേതാവിന്റെ ഫോട്ടോ ഇല്ല, ഇസ്ലാമിന്റെ ദൈവത്തിന്റെ പിക്ചർ ഇല്ല. ലോകത്ത് ഒരേ ഒരു മതം, ജീവൽഗന്ധിയായ മതത്തിന്റെ ഇസ്ലാം, ജീവൽഗന്ധിയായ ദർശനം. പകരം പള്ളിയ ഹിന്ദു ക്ഷേത്രത്തെ കാണുമ്പോ ഇങ്ങനെയാക്കും, ക്രിസ്ത്യാനി പള്ളിയെ കാണുമ്പോ ഇങ്ങനെയാക്കും, മുസ്ലിമോ നോ പ്രോബ്ലം. കെട്ടിടത്തോട് ആരാധനയില്ല, വസ്തുക്കളോട് ആരാധനയില്ല, വ്യക്തിയോട് ആരാധനയില്ല. സ്വാമി, നിങ്ങളുടെ ആട്ടോഗ്ലിവിംഗിന്റെ ആചാര്യൻ രവിശങ്കറിനോട് ഒരു ചോദ്യം. ആധ്യാത്മികതയും കമ്മ്യൂണിസവും എന്ന അദ്ദേഹത്തിന്റെ അനവധി വൈരുദ്ധ്യങ്ങളുള്ള വിജ്ഞാനപ്രദമല്ലാത്ത അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ ഒടുവിലത്തെ അധ്യായം ചാപ്റ്റർ ഇസ്ലാം എന്ന ചാപ്റ്ററാണ്. അതിലൊരു ചോദ്യമുണ്ട്. അല്ലയോ രവിശങ്കർ സാർ, അങ്ങ് സായിബാബയെ പോലെ അമൃതാനന്ദമയെ പോലെ ജീവിച്ചിരിക്കുന്ന ദൈവമായി പറഞ്ഞാൽ അങ്ങയുടെ പ്രതികരണം എന്തായിരിക്കും? ആട്ടോഗ്ലിവിംഗിന്റെ ആചാര്യൻ രവിശങ്കറിന്റെ മറുപടി സമർത്ഥമായിരുന്നു. ദൈവം, ശ്രദ്ധിക്കണം, ദൈവം സ്നേഹമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം. എങ്ങനെ? ദൈവം സ്നേഹമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ദൈവം. നോക്കണേ, അള്ളാന്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അള്ള കൊടുത്ത കണ്ണുകൊണ്ട് കണ്ട്, അള്ള കൊടുത്ത കാതുകൊണ്ട് കേട്ട്, അള്ള കൊടുത്ത ഹൃദയം കൊണ്ട് ചിന്തിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ മുഴുവനും അനുഭവിച്ചിട്ട് അയാൾ പറയുന്ന എന്ത്? ഞാൻ ദൈവം. ഇതേ ചോദ്യം അതാണ് മുഹമ്മദ് നബിയും രവിശങ്കറും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ശ്രീരാമനും മുഹമ്മദ് നബിയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ലോകത്തിന് മനുഷ്യർ അവതരിപ്പിക്കുന്ന പല മഹാന്മാരുമായി മുഹമ്മദ് നബിയെ വ്യത്യസ്തനാക്കുന്നത്. മുഹമ്മദ് നബിയോട് ചോദിച്ചു, അങ്ങുന്നാര്? അങ്ങയെ ഞങ്ങൾ എന്ത് വിളിക്കണം? നോക്കണേ, വിനയാന്വിതനായ പ്രവാചകൻ, ആദരണീയനായ പ്രവാചകൻ, അഹങ്കാരമില്ലാത്ത പ്രവാചകൻ. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ, ഇതൊരു ഉദാഹരണം മാത്രമാണ്, ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ആളുകൾ ജയിച്ചു, പോപ്പുലർ ഫ്രണ്ടിന്റെ SDPIയുടെ ചില ആളുകൾ ജയിച്ചു. കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നാണിപ്പിക്കുന്ന പ്രകടനം ജമാഅത്തെ ഇസ്ലാമി അവരുടെ ചേന്നമംഗലൂരിൽ നടത്തി. എല്ലാ അനിസ്ലാമികമായ പ്രകടനത്തിന്റെ രൂപവും അവർ രംഗത്ത് കൊണ്ടുവന്നു. ഇവിടെ ഞാനൊരു പോയിന്റ് പറയും. എന്താണ്? ലോകത്ത് മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് ഷഅബ് അബീ ത്വാലിബിൽ 3 വർഷം ഗരാവോ ചെയ്യപ്പെട്ട് എല്ലാ അർത്ഥത്തിലും ദുഃഖത്തോടെ നാട് വിട്ടുപോയി. പിന്നീട് 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഏകാത്മീയ സാമ്രാജ്യത്തിന്റെയും അധിപനായി മക്കയിലേക്ക് വിജയശ്രീലാളിതനായി ജയിച്ചടക്കലിന്റെ വിനോദമായി കടന്നു വന്നപ്പോ നബി ആഹ്ലാദിച്ച് തുള്ളിച്ചാടി വാളോങ്ങി പ്രകടനം നടത്തി, റാലി നടത്തി, ഡൽഹി തെരുവ് ബ്ലോക്കാക്കാൻ ശ്രമിച്ച പോലെ സോൾദാട്ടി പ്രഖ്യാപനമല്ല റസൂലിന്റെ. ഒട്ടകപ്പുറത്ത് അദ്ദേഹത്തിന്റെ മുഖം ഒട്ടകത്തിന്റെ പൂജയിലേക്ക് താഴ്ത്തി വെച്ച് വിനയാന്വിതനായി കടന്നു വന്ന വിശ്വാചാര്യൻ ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 16 മുമ്പ് രവിശങ്കറിനോട് ചോദിച്ച അതേ ചോദ്യം, ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിൽ ഒന്നായിരുന്നു, അങ്ങ് ദൈവമാണോ എന്ന ചോദ്യം. കൈരളി ചാനലിന്റെ പ്രധാനമായ വ്യക്തിത്വം ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിനും അദ്ദേഹത്തിന്റെ മറുപടി ഇത് തന്നെയായിരുന്നു. സ്നേഹം, ദൈവം സ്നേഹമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, സ്നേഹം തന്നെയാകുന്നു ദൈവം എന്ന വർത്തമാനം. അവിടെയാണ് മുഹമ്മദ് നബിയോട് ഇതേ ചോദ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ചു, അങ്ങാര്? അങ്ങ് ദൈവമാണോ? അങ്ങ് ദൈവത്തിന്റെ പുത്രനാണോ? അങ്ങ് മലക്കാണോ? അങ്ങ് ജിന്നാണോ? അങ്ങാര്? അതിന് അദ്ദേഹം നൽകിയ മറുപടി എന്താണെന്ന് നാം പരിശോധിക്കപ്പെടേണ്ടത്. ഖുലൂ അബ്ദുല്ലാഹി വറസൂലുഹു. ഞാൻ ആരാ? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു. ഇതാണ് പ്രവാചകനാകുന്നു എന്നല്ല ഒന്നാമതായി പറയുന്നത്. അടിസ്ഥാനപരമായി ഞാൻ ദൈവത്തിന്റെ അടിമയാകുന്നു. ദൈവത്തിന്റെ ഒരു ഗുണവും എന്നിലില്ല, ദൈവത്തിന്റെ ഒരു അടയാളവും എന്നിലില്ല. ഞാനൊരു അടിമയും ഉടമയും രണ്ടും രണ്ട്. ഇതാണ് ഇസ്ലാമിനെ ഇതര ദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഏതെങ്കിലും ഒരു മഹത്വം കാണിച്ചാൽ അയാൾ ദൈവമാകുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
എന്തെങ്കിലും ഒരു മാറ്റം. ആകാശത്ത് നിന്ന് ഭസ്മം എടുക്കുന്നു, ആകാശത്ത് നിന്ന് SMD വാച്ച് എടുക്കുന്നു, ആകാശത്ത് നിന്ന് പലതും എടുക്കുന്നു. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ ഒരേ ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്. പട്ടിണി കിടക്കുന്ന കോടാനുകോടി മനുഷ്യരുള്ള, കഷ്ടപ്പെടുന്ന കോടാനുകോടി മനുഷ്യരുള്ള ഒരു രാജ്യമാണിത്. പുട്ടപ്പുറത്തിയിലെ സായിബാബക്ക് വായുവിലേക്ക് കൈനീട്ടി ഒരരിച്ചാക്കെടുക്കാൻ കഴിയുമോ? പഞ്ചസാരച്ചാക്കെടുക്കാൻ കഴിയുമോ? ചെറുപയറിന് കിലോ 80 രൂപയാണ്. ആകാശത്തുനിന്ന് 4 ചാക്കരി ഇല്ല, സാധ്യമല്ല. ഈ തട്ടിപ്പ് ലോകത്ത് മനുഷ്യർ തിരിച്ചറിയണം. എന്നിട്ട് അവനവന്റെ സിട്ടാവിലേക്ക് വായു നൽകിയ, വെള്ളം നൽകിയ മഹാപ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് ലോകത്തെ തിരിച്ചു പിടിക്കാനാണ് ഇസ്ലാം കടന്നു വന്നത്. ഇത് തുറന്നു പറയാൻ, ഇത് പ്രഖ്യാപിക്കാൻ, ഇത് ജനങ്ങളോട് അറിയിക്കാൻ ധൈര്യസമേതം മുന്നോട്ട് പോയ സഹാബികളുടെ ചരിത്രം ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ മാത്യു അർണോൾഡ് രേഖപ്പെടുത്തുന്നുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തുന്നുണ്ട്. പല ചരിത്രകാരന്മാരും ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തിന്റെ നാനാദിക്കുകളിൽ തിരിച്ചു നിർത്തിയ ഒട്ടകത്തിന്റെ കടിഞ്ഞാണം പിടിച്ച്, കുതിരയുടെ കടിഞ്ഞാണം പിടിച്ച് സഹാബികൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ചെന്നു. എന്നിട്ട് സകല മനുഷ്യരോടും പറഞ്ഞു, നിനക്ക് വായു നൽകിയ, നിന്നെ സംരക്ഷിച്ച, നിനക്ക് വെള്ളം നൽകിയ ലോകത്തിന്റെ സിട്ടാവിലേക്ക് നീ മടങ്ങി വരണം. കർണാടകയിൽ ഈ സമ്മേളനം നടക്കുന്നത് പോലീസുകാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലാത്തവരുണ്ടാകാം. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതാ, ഇത് അവിവേകത്തിന്റെ ശബ്ദമല്ല, ഇത് വർഗീയതയുടെ ശബ്ദമല്ല, ഇത് വിഭാഗീയതയുടെ ശബ്ദമല്ല. നമ്മൾ എന്തേ ഇവിടെ പറയുന്നുള്ളൂ? കല്ലും മുള്ളും മുരടും മൂർഖൻ ബാബും, കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും, ജാറങ്ങളും പുഷ്പങ്ങളും മണ്ഡപങ്ങളും, ശ്രീകോവിലുകളും, മനുഷ്യ ദൈവങ്ങളും, മനുഷ്യരും ആരാധിക്കപ്പെട്ടുകൂടാ. പിന്നെയോ കല്ലും മുള്ളും മുരടും മൂർഖൻ ബാബും, കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും എല്ലാം അതൊക്കെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ, അതൊക്കെ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പിൽ ഒരു ദർഗ നിർമ്മിക്കപ്പെടണമെങ്കിൽ മണൽ വേണം, സിമന്റ് വേണം, കല്ല് വേണം, പണി വേണം. ആ കല്ല് സൃഷ്ടിച്ച, മണലിനെ സംവിധാനിച്ച, മണൽത്തരികളെ സംവിധാനിച്ച, സാഗരങ്ങളെ സംവിധാനിച്ച, കാറ്റാറുകളെ സംവിധാനിച്ച, ലോകത്തിന്റെ സ്പന്ദനം നിയന്ത്രിക്കുന്ന, സൂര്യന്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന, 13 ലക്ഷം ഭൂമിയുടെ വലുപ്പമുള്ള സൂര്യനെ സംവിധാനിച്ച, അതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളെ സംവിധാനിച്ച, ഗാലക്സികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ സാങ്കല്പിക ചെരുവിനെ 23 ഡിഗ്രി എന്നിട്ട് ഹേമന്തം, ഗ്രീഷ്മം, വസന്തം എല്ലാം മാറി മാറി റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സംവിധാനത്തിന്റെ പിന്നിൽ ഒരു സംവിധായകൻ ഉണ്ട്. ഏകം സദ്ബഹുദ വിപ്രാവദന്തി യുവദേവാനാം നാമക ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സകല മനുഷ്യരുടെയും ഏകനായ ദൈവം. ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ എത്ര ഉജ്ജ്വലം! ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തള്ളിക്കളയാം. ഇതിൽ നിർബന്ധമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിൽ ബലാത്കാരമില്ല, നിർബന്ധമില്ല, ഹേമം ചെലുത്തലില്ല, ചോറ് കൊടുത്തെന്ന് നാക്കലില്ല. ലൈസ അലൈക ഹുദാഹും വലകിന്നല്ലാഹ യഹ്ദി മയ്യശാ. ചോറ് കൊടുത്ത് അല്ല പറയാ മനുഷ്യരെ ഹിദായത്ത് ദൈവമാണ് കൊടുക്കുക. മാർഗദർശനം, ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരൽ നിങ്ങളുടെ ബാധ്യതയല്ല. മതം പറഞ്ഞു കൊടുക്കൽ. ഇങ്ങനെയുണ്ട് ബാല, ഇങ്ങനെയുണ്ട് ഭാസ്കര, ദാറ്റ്സ് ഓൾ. നിർബന്ധിക്കാൻ ചോറ് കൊടുത്ത് ഇല്ല. നിങ്ങൾ ചോറ് കൊടുത്താൽ അതിന്റെ പുണ്യം നിങ്ങൾക്കാണ്. ചോറ് കൊടുത്ത് മതത്തിലാളെ കൂട്ടരുത്, ഭക്ഷണം കൊടുത്ത് മതത്തിലാളെ കൂട്ടരുത്. ക്രിസ്ത്യാനിറ്റി പറഞ്ഞ് രോഗത്തെ പറ്റി പറഞ്ഞ് മതത്തിലാളെ കൂട്ടരുത്. ഇത് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 272 വചനത്തിലൂടെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇക്റാഹ ഫിദ്ദീൻ 2-ാം അധ്യായം സൂറത്ത് ബഖറ 256 വചനം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം 29 വചനം എന്താ അവിടെ പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കുകയുമാകാം. അതെ, വിശുദ്ധ ഖുർആൻ ഈ കാര്യം വ്യക്തമാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം, സൂറത്ത് ഇൻസാൻ ശ്രദ്ധിക്കണം, അധ്യായ നമ്പർ പോലും ശ്രദ്ധിക്കണം. സൂറത്ത് ഇൻസാൻ, മനുഷ്യൻ എന്ന അധ്യായം. ക്രിസ്ത്യാനിറ്റിയോട് ഇസ്ലാമിന് വിരോധമുണ്ടോ? ആദർശപരമായി വിയോജിപ്പുണ്ട്. ക്രിസ്തു സമൂഹത്തോട് വിയോജിപ്പുണ്ടോ? യേശു ക്രിസ്തുവിന്റെ പേര് ഉച്ചരിക്കപ്പെട്ടാൽ അലൈഹിസ്സലാത്തു വസ്സലാം, ദൈവത്തിന്റെ രക്ഷ യേശു ക്രിസ്തുവിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടവനാണ് മുസ്ലിം. മൂസാ നബിയുടെ പേര് കേട്ടാൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പ്രാർത്ഥിക്കേണ്ടവനാണ് മുസ്ലിം. ലോകത്ത് മുഹമ്മദ് നബിയെ തെറി പറഞ്ഞു, മാഷ് തെറി പറഞ്ഞു, ജോസഫ് ജാർ തെറി പറഞ്ഞു, ലോകത്തെ ക്രിസ്തീയ മിഷണറിമാർ നബിയെ തെറി പറഞ്ഞു. മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ ഈസാ നബിയെ ഒരു മുസ്ലിമും ചീത്ത പറഞ്ഞിട്ടില്ല, ഒരു ലഘുലേഖ പോലും പ്രതിഷേധിച്ചിട്ടില്ല.
കണ്ടെയ്നർ നിറക്കൽ ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബിയെ ശ്രീലംബടനായി, യുദ്ധക്കൊതിയനായി, ഒന്നിനും കൊള്ളരുതാത്തവനായി, ചാണകക്കൂനയിൽ മറഞ്ഞു വീണ് മദ്യപിച്ചാർത്തട്ടകത്തിച്ച് മരിച്ചുപോയ വ്യക്തിയായി ക്രിസ്ത്യാനി പണ്ഡിതന്മാർ മുഹമ്മദ് നബിയെ പറ്റി പരിചയപ്പെടുത്തി. എന്നാൽ യേശുക്രിസ്തുവിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്ത ഒരേ ഒരു മതം ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ജീവൽഗന്ധിയായ ദർശനമാണ്. ഒരു ഉദാഹരണം പറയാം. ബൈബിൾ നിങ്ങൾ പരിശോധിക്കുക. ബൈബിൾ നിങ്ങൾ എടുത്തിട്ട് നോക്കൂ. ഈസാ നബി യേശുക്രിസ്തു കാണിച്ച ഒന്നാമത്തെ അത്ഭുതം എന്താണ്? ആർക്കും പരിശോധിക്കാം. ഒന്നാമത്തെ അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൽ മദ്യം തീർന്നു പോയപ്പോ പച്ചവെള്ളം ഭരണികളിൽ നിറച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി അവരെ കുടിപ്പിച്ച് മുമ്പ് കുടിച്ച കള്ളിനേക്കാൾ സ്ട്രോങ് ആയിരുന്നു യേശുക്രിസ്തു വിളമ്പിയ മദ്യം എന്നാണ് ബൈബിളിലുള്ളത്. ഇത് യേശുക്രിസ്തു ചെയ്തിട്ടില്ല എന്നാണ് മുസ്ലിമീങ്ങൾ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ പേരിൽ ജൂതന്മാർ അബ്കാരി കോൺട്രാക്ടർമാർക്ക് വേണ്ടി പണി